ധോണീസാ, ഈ ഒരു നോട്ടിൻ്റെ കോലം കണ്ടങ്ങൾ ഇന്ന് എനിക്കൊരു താത്ത തന്നതാട്ടോ. ഇത് നമുക്ക് സ്ഥിരമായിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഓരോരോ പൈസകൾ. നമുക്കിത് കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ തിരക്കിൻ്റെ അടിയിലൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുക്കും. അതുപോലെ ചിലപ്പോൾ വേറെ ഇപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല. ഒരു ആകെ ചിലപ്പോൾ നമ്മൾ ഈ ബാക്കി കൊടുക്കണ ഒരു പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ബസ്സിനുള്ള പൈസ, വണ്ടിക്കുള്ള പൈസയൊക്കെ ചില കുട്ടികളൊക്കെ ആകുമ്പോൾ അതുപോലെ പിന്നെ അതുകൊണ്ട് ഇടങ്ങാറാവും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ, പൈസ തരുന്ന ആൾക്കാർ, ഒന്നിരിക്കും നിങ്ങളടുത്ത് വേറെ ഉണ്ടെങ്കിൽ അത് തരാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തരാതൊക്കെ നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക, ഇതെടുക്കുമോ, നിങ്ങൾ തരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ചിലപ്പോൾ തിരക്കിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ അറിയാതെ ഇതിങ്ങനെ ഈ ഭാഗം വലിയൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ടാണ് നമുക്ക് സ്ഥിരം കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയൊരു പരിചയമുള്ള ആളോ ആയതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം പിന്നെ ഓലൊന്നും ഇതാക്കണ്ടല്ലോ എഴുതിയിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾക്ക് ചിലപ്പോൾ തിരക്കിൻ്റെ അടിയിൽ നമ്മൾ ഇതേമാതിരി വേറെ ആൾക്ക് കൊടുക്കും. ഓല ചിലപ്പോൾ ഒരു ബസ്സിലോ ഓലൊക്കെ കയറി കഴിഞ്ഞാൽ, ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞ് ഓല പരിപാടി കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ പറയും അത് ഇരിക്കൂല കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലവിടെ എടുക്കാറാവും. അതുകൊണ്ട് നല്ലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പൈസ കൈകാര്യം ചെയ്യുമ്പോൾ ഞാനത് വാങ്ങിയത് തന്നെ നമ്മളെ ഓലൊരു ബന്ധം നാസാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ ക്യാഷ് വാങ്ങിയതുണ്ട്. അതിൻ്റെ ഈ ഭാഗം നോക്കി എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ഇതിന് ബാക്കി കൊടുത്തൊരു 10 രൂപ ഉണ്ടല്ലോ, അതുവരെ എനിക്ക് നഷ്ടമാണ്. കണ്ണിയും കണ്ടാൽ പിരാക്ക് വെറുതെ വാങ്ങിയേക്കണ്ട ഒരു 10 രൂപയ്ക്കും വേണ്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.